എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഓട്സ് ഇഡ്ഡലിയാണ് ഞാനിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓട്സ് ഇഡ്ഡലിയിൽ ഞാനിവിടെ പച്ചക്കറികൾ കൂടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഹെൽത്തിയാണ്, അതേസമയം വളരെ ടേസ്റ്റിയുമാണ്. ഇവിടെ ഞാൻ ഓട്സ് ഇഡ്ഡലി സെർവ് ചെയ്തിരിക്കുന്നത് ഗാർലിക് ചട്നിയുടെ കൂടെയാണ്. ഈ ഗാർലിക് ചട്നിയുടെ റെസിപ്പി ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓട്സ് ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഓട്സ് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടൈപ്പിലുള്ള ഓട്സ് ആണെങ്കിലും നിങ്ങൾക്കത് എടുക്കാം. ഇത് 1/2 കപ്പ് റവയാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് തൈരാണ്. പിന്നെ എന്നോട് പച്ചക്കറിയായിട്ട് ക്യാരറ്റും ഗ്രീൻ പീസുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് പച്ചമുളക് വേണം, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് വേണം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കടുക്, 3/4 ഗ്ലാസ് വെള്ളം, പിന്നെ കുറച്ച് എണ്ണ വേണം. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, അത് 1 നുള്ളാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇത് 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ മതിയാകും ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് പൊടിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് കൂടി ഇട്ട് കൊടുക്കുക. കടുകിന് പകരം നിങ്ങൾക്ക് ജീരകം ഇഷ്ടമാണെങ്കിൽ ജീരകം ഇടാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബീൻസ് എടുക്കാം, ക്യാബേജ് എടുക്കാം, കോളിഫ്ലവർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് അധികം വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ റവ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ റവയൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നമ്മുടെ ഓട്സ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയും പച്ചക്കറികളും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് തൈരും വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. തൈര് ചേർക്കുന്ന ഭാഗം ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ 1 നുള്ള് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കട്ടി കൂടി പോയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിൽ കോരി ഒഴിക്കാവുന്നതാണ്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് അത് തിളയ്ക്കാനായിട്ട് ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഡ്ഡലി തട്ട് ഇറക്കി വെക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് തണുത്തതിന് ശേഷം മാറ്റി വെക്കാം. തണുത്തിട്ട് വേണം നിങ്ങളത് ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റാനായിട്ട്, എന്നാൽ മാത്രമേ അത് ഇളകി വരുള്ളൂ. ഇത് ഓട്സ് ഇഡ്ഡലി ആണെന്ന് കരുതി ആരും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. നമ്മുടെ സാധാരണ ഇഡ്ഡലിയെക്കാട്ടിലും വളരെ ടേസ്റ്റിയാണ്, അതേസമയം ഹെൽത്തിയാണ്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. ഇത് ചട്നിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിന്നറിന് ചപ്പാത്തി മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി അതേസമയം ഹെൽത്തിയുമായിട്ടുള്ള ഓട്സ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി ഗാർലിക് ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ആണിത് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓട്സ് ഇഡ്ഡലി തയ്യാറാക്കിയെടുത്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.